ഇന്നലെയായിരുന്നു RSSന്റെ 100ാം ജന്മദിനം. അപ്പോൾ അത് വലിയ വലുപ്പത്തിൽ ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു വളരെ ദീർഘമായിട്ടുള്ള പരിപാടികളുമായിട്ട് RSS മുന്നോട്ട് പോകുന്നതൊക്കെ. ഏതാണ്ട് 40 ലക്ഷത്തോളം അംഗങ്ങളുണ്ടെന്ന് പറയുന്നത്. ഒരുപക്ഷെ ഈ ഖത്തർ പോലെയുള്ള രാജ്യത്തിൻ്റെ അത്തരം ജനസംഖ്യ, ഇത്രയും വലിയൊരു NGO, ഇതിനെ പരിശോധിക്കുമ്പോൾ നമുക്കൊന്നും പിടികിട്ടുന്നില്ല. കാരണം ഇതിനകത്ത് മെമ്പർഷിപ്പ് ഇല്ല, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഒരു പോസ്റ്റിന് വേണ്ടി ആൾക്കാർ വരുന്നില്ല. എന്നാൽ ഇവരാണ് ഇപ്പം മൊത്തം നിയന്ത്രിക്കുന്നത്. സാറിന് ഇതിനെപ്പറ്റി വല്ലതും അറിയാം? എന്തുവാണ് RSS എന്നും? അല്ല, എനിക്കറിയാവുന്നത് ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ളതല്ലേ ഞാൻ പറയാം. RSSന്റെ ഏറ്റവും പോസിറ്റീവായ സംഗതി, അവർക്ക് ഐഡിയോളജിയായി അവർ ഉയർത്തിപ്പിടിക്കുന്നത് ഒരു സാംസ്കാരിക അസ്തിത്വമാണ്. ഭാരതീയ സംസ്കാരത്തിൻ്റെ മഹത്വം, മേന്മ. അതിന് വേണമെങ്കിൽ വളരെ വളരെ കൃത്യമായി വ്യാഖ്യാനിക്കാവുന്ന തലങ്ങൾ അതിനുണ്ട്. ഇപ്പം ഞാനൊരു മൗലികവാദി എന്നല്ല, ഒരു ഇന്ത്യൻ മൗലികവാദി എന്ന നിലയിൽ പറയല്ല. പക്ഷേ ഇന്ത്യൻനെസ്സിൻ്റെ മഹത്വം നമ്മൾ കമ്പാരിറ്റീവ് സ്റ്റഡിയിൽ ഇന്ത്യൻനെസ്സിനെ ഒട്ടും കുറച്ച് കാണാൻ പറ്റില്ല. ലോകത്തിലെ സെമിറ്റിക് മതങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒരു ചെറിയ പ്രശ്നമുള്ളത്, ഈ ഹിന്ദുയിസം മതം പോലും അല്ല യഥാർത്ഥത്തിൽ എന്നുള്ളതാണ്. അതിനെ മതമാക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഇസ്ലാമിനെ പോലെ, ക്രിസ്ത്യാനിറ്റിയെ പോലെ, ജൂതായിസത്തെ പോലെ മറ്റൊരു മതമാക്കി ഹിന്ദു സംസ്കാരത്തെ മാറ്റുന്നതാണ് പലപ്പോഴും കുഴപ്പങ്ങളിലേക്കും സംഘർഷങ്ങളിലേക്കും പോകുന്നത്. അതല്ല, സംസ്കാരത്തെ അടിത്തറയാക്കിയിട്ട് ഒരു രാഷ്ട്രസങ്കല്പത്തെ വികസിപ്പിക്കുന്നതിന് സ്കോപ്പുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് എന്താണെന്ന് പറയുക. ഞാനതിനെ കാണുന്നത് ഈ ഒരു ദർശനത്തിൽ തുടക്കത്തിൽ സ്വീകരിച്ചിരുന്ന പല രാഷ്ട്രീയ പാർട്ടികളും പിൽക്കാലത്ത് അതിൽ നിന്ന് പിന്നോട്ട് പോയി. ഇപ്പോൾ സാറ് പറഞ്ഞ 2 ഉദാഹരണങ്ങളുണ്ടല്ലോ കൃത്യമായിട്ട്. 100 വയസ്സായ 2 പാർട്ടികളുണ്ട് കേരളത്തിൽ ഈ സമയത്ത്. ഇപ്പോൾ 100 വയസ്സ് തന്നെ, കോൺഗ്രസിന് അതിനേക്കാൾ ഉണ്ട്. 1885 അല്ലേ, നൂറ്റാണ്ടുകളുണ്ട്. അതെ. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടായ പാർട്ടി, രണ്ടാമത്തെ പാർട്ടി 1906 മുസ്ലിം ലീഗാണ് കേട്ടോ, രണ്ടാമത്തെ പാർട്ടി. മൂന്നാമത്തെ പാർട്ടിയാണ് ഇപ്പോൾ ഹിന്ദു മഹാസഭയാണ് 1915 അത് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടായ 17 തോന്നുന്നു ഇടതുപക്ഷ ലോകത്തുണ്ടാവും. അത് കമ്മ്യൂണിസ്റ്റ്, റഷ്യൻ വിപ്ലവം 1917. മാത്രമല്ല 1920 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായി. വേണമെങ്കിൽ RSSനേക്കാൾ 5 വയസ്സ് മൂപ്പുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അത് താഷ്കെൻഡിലാണ് രൂപീകരിച്ചത്. ഇന്ത്യൻ മണ്ണിൽ ആദ്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാകുന്നത് 25 ഡിസംബർ 26 കാൺപൂരിൽ, ഇന്നത്തെ UPയിലെ കാൺപൂരിൽ. അപ്പോൾ വേണമെങ്കിൽ അത് രണ്ടും കണക്കാക്കിയാൽ 25 സ്ഥാപിച്ചതായിട്ട് പറയുന്ന ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും RSS ഒരേ കാലത്തുണ്ടായതാണ്. ഏതാനും മാസത്തിൻ്റെ വ്യത്യാസം, 1-2 മാസത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. ഡിസംബർ 26 അത് ഏതാനും മാസത്തിൻ്റെ. പക്ഷേ രണ്ടും താരതമ്യപ്പെടുത്തുമ്പോൾ ഒന്നില്ലാതാവുന്നു. ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി താരതമ്യേന ഇല്ലാതാവുന്ന ദീർഘകാലത്തേക്ക് നമ്മൾ നിലനിൽക്കുമെന്ന് പ്രതീക്ഷിക്കാൻ. പാർട്ടിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. കമ്മ്യൂണിസം എന്ന ആശയം, അതിൻ്റെ സോഷ്യലിസ്റ്റ് സ്വപ്നം, ആശയത്തിനെന്നും ഒരിക്കലും മരണമില്ല, അത് നിലനിൽക്കും, ചരിത്രത്തിലുണ്ടാവും. പക്ഷേ ഒരു പാർട്ടി എന്ന നിലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അധികകാലം ഇല്ല എന്ന് ആർക്കും ഇപ്പോൾ ഏത് രാഷ്ട്രീയ വിദ്യാർത്ഥിക്കും പ്രവചിക്കാൻ പറ്റും. എന്നാൽ RSS വളരുകയാണ് ഈ 100 കൊല്ലം കൊണ്ട്. വളരാനിടയാക്കിയ ഒരു കാരണം ഈ ബലമാണ്, ഈ സാംസ്കാരിക അടിത്തറ, ഭാരതീയ സംസ്കാരത്തിൻ്റെ മേന്മ. ഞാൻ പല ആംഗിളിൽ നിന്ന് പറഞ്ഞാലും അതിൻ്റെ ഒരു മേന്മ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ പണ്ട് സ്വാമി വിവേകാനന്ദനാണ് അത് ഈ RSSന് ഇടക്ക് പറ്റിയ, എനിക്ക് തോന്നുന്നത്. പക്ഷേ അവർ കളഞ്ഞിട്ടല്ല, അവരുടെ അനുയായികളായി ഇത് പ്രചരിപ്പിക്കുന്നവരുണ്ടല്ലോ, പലപ്പോഴും മറന്നു പോകുന്ന ചിലത്. കഴിഞ്ഞ ദിവസം ഗുരുമൂർത്തി പറഞ്ഞു RSSന്റെ അടിത്തറയായി വർത്തിക്കുന്നത് 1 സ്വാമി വിവേകാനന്ദനാണ്, അരവിന്ദോ ആണ്, 3 മഹാത്മാഗാന്ധിയാണ്. മഹാത്മാഗാന്ധി RSSന്റെ വലിയ ശത്രു പട്ടികയിലല്ലേ? അല്ലല്ലോ, ഇന്നലെ പുകഴ്ത്തിയിട്ടുണ്ടല്ലോ, വളരെ വലിയ വലുപ്പത്തിൽ 2 പേരും പുകഴ്ത്തി. പ്രധാനമന്ത്രി ഞാൻ അടുത്തറിയുമ്പോഴാണ് പലപ്പോഴും നമുക്ക് മനസ്സിലാകുന്നത് ഗാന്ധിയെ കൊന്നതിനെ ഒരിക്കലും അനുകൂലിക്കാത്ത ഒരു സംഘമാണ് RSS. മാത്രമല്ല, സംഘത്തിൻ്റെ ശാഖകളിൽ ഇപ്പോഴും ഗാന്ധിക്ക് വേണ്ടി പ്രാർത്ഥന നടത്തിക്കൊണ്ടാണ്, ഗാന്ധിയുടെ രാമരാജ്യത്തെ സ്വപ്നം കാണുന്നവരാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാമി വിവേകാനന്ദൻ്റെ സ്വപ്നത്തിൽ വലിയ മഹത്വമുണ്ട്. സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോ പ്രസംഗത്തിൽ പറഞ്ഞല്ലോ, ലോകത്തിലെ എല്ലാ സംസ്കാരങ്ങളിലുമുള്ള, എല്ലാ വിശ്വാസങ്ങളിലും, എല്ലാ സെമിറ്റിക് മതങ്ങളിലുമുള്ള സമ്പന്നമായിട്ടുള്ള ഒരു വാക്ക് ഞങ്ങളുടെ ഇന്ത്യൻ സംസ്കാരത്തിലില്ല. ദറ്റ് ഹാൻഡിക്യാപ്പ് ഈസ് ദ ഗ്ലോറി ഓഫ് ഇന്ത്യൻനെസ് എന്ന് പറഞ്ഞു. എന്താ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഇല്ലായ്മ, ഇല്ലായ്മ, എക്സ്ക്ലൂഷൻ എന്ന വാക്കില്ല. പുറത്താക്കൽ, ഊരുവിലക്ക്, അങ്ങനെ ഉണ്ടല്ലോ, സാമൂഹ്യ ഭ്രഷ്ട്, ഈ അങ്ങനെയുള്ള സംഗതി ഇല്ല. ഇന്ത്യ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു അമ്മയാണ്, ഇൻക്ലൂസീവാണ്. അത് RSSന്റെ കൂടെ ഒരു ലൈറ്റാണ്. അത് അവർ പിൽക്കാലത്ത് മറന്നു പോകുന്നുണ്ടെങ്കിൽ അവർ തന്നെ തിരിച്ചറിയേണ്ടതാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം, സ്വാമിജി തന്നെ അന്ന് പറഞ്ഞൊരു കാര്യമാണ്, ഇന്ത്യ ഈസ് ദ മദർ ലാൻഡ് ഓഫ് ഗോഡ്സ്. ഒരു ദൈവത്തിൻ്റെ അല്ല, അനേകായിരം ദൈവങ്ങളുടെ. ഇപ്പോൾ തിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കണക്ക് പ്രകാരം ഇന്ത്യയിലെ ദൈവങ്ങളുടെ എണ്ണം 3,60,04,000. 3,60,000. ഇന്ത്യ, ബിലീവ് മീ, തിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നമ്പർ ഓഫ് ഗോഡ്സ് ഇൻ ഇന്ത്യ എന്ന് അടിച്ചു നോക്കൂ. 3,60,04,000
നമ്മുടെ ഗവൺമെന്റ് ഏജൻസി പറഞ്ഞ കണക്കുണ്ട് എന്ന് അല്ല അത് പറഞ്ഞാൽ നല്ലതാ സാറേ. അത് അതിൽ കൂടുതൽ കാണും. ഗവൺമെന്റ് കിട്ടിയ കണക്ക്, സർക്കാരിന്റെ കണക്കിൽ കൃത്യമായ പ്രതിഷ്ഠകളും ദേവാലയങ്ങളും ഒക്കെ ഉള്ള കണക്കാണ്. അപ്പോൾ അത്രയും ദൈവങ്ങളുള്ള നാടാണ് എന്ന് പറഞ്ഞാൽ ബഹുസ്വരത ഊന്നി പറഞ്ഞ ഒരു സംസ്കാരം. ആ സംസ്കാരമാണ്. വേറൊന്ന്, നിർബന്ധങ്ങളില്ലാത്തൊരു സംസ്കാരം എന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ പോവാം, പോവാതിരിക്കാം, വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം, യുക്തിവാദിയായി അതിൻ്റെ പേരിൽ അവന് ചാപ്പ കുത്തി പുറത്താക്കൂല, അവനെ കൊല്ലാൻ ഉത്തരവിടില്ല. അങ്ങനെ ഒരു കൾച്ചർ ഉണ്ടല്ലോ. ഈ കൾച്ചറിന് മേന്മയുണ്ട്. ഇനിയിപ്പോൾ ഞാനിതിന് ഉദാഹരണം പറഞ്ഞാൽ കമ്പാരിറ്റീവായിട്ട് ഞാൻ ഒരു 1-2 ഉദാഹരണം, നമുക്ക് സമയം കുറവാണ്. ഒന്നാമത്തെ കാര്യം ഞാൻ പറയാം. ഇപ്പോൾ അഹം ബ്രഹ്മാസ്മി എന്ന് ശങ്കരാചാര്യർ പറഞ്ഞു. അതിനോട് വിയോജിക്കാം. മാർക്സിസ്റ്റുകൾ വലിയ തോതിൽ വിയോജിച്ചിട്ടുണ്ട്, EMS ഉൾപ്പെടെയുള്ള ആളുകൾ വിയോജിച്ചു കൊള്ളട്ടെ. പക്ഷേ അഹം ബ്രഹ്മാസ്മി എന്ന വാക്യം അതേ ആശയത്തെ അറബിയിലേക്ക് മാറ്റി പറഞ്ഞൊരു വലിയ ഗുരു ഉണ്ടായിരുന്നു ലോകത്ത്. മൻസൂർ ഹല്ലാജ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. പേർഷ്യയിലായിരുന്നു. അനൽ ഹക്ക് ഇതേ വാക്യമാണ് അറബിയിൽ പറഞ്ഞത്. ഈ രണ്ടുപേരോടും എങ്ങനെയാണ് 2 രാജ്യങ്ങൾ പെരുമാറിയത്? ശങ്കരാചാര്യർ നമ്മൾ ഇന്നും ബഹുമാനിക്കുന്നു. അദ്ദേഹത്തിന് വലിയ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കി. അദ്ദേഹം മഹാഗുരുവായി, മഹാമനീഷിയായി നമ്മൾ ആദരിക്കുന്നു. പക്ഷേ അത് ഈ മൻസൂർ ഹല്ലാജിനെയോ ഭീകരമായിട്ട് കൊന്നുകളഞ്ഞു. ഭരണകൂടം കൊന്നുകളഞ്ഞു. ആ നാട്ടുകാരും കൂടെ ആർത്തു വിളിച്ച് ആനയിച്ചു കൊന്നുകളഞ്ഞു എന്ന് പറഞ്ഞാൽ ഭാരതീയ സംസ്കാരത്തിന് മഹത്വമില്ല എന്ന് ആര് പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് ഇങ്ങനെ മഹത്തായ ഒരു സംസ്കാരത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്നതുകൊണ്ടായിരിക്കണം ഗ്രാജുവലായിട്ട് അവർക്ക് വളർച്ചയുണ്ടാകുന്നത്. പിന്നെ കമ്മിറ്റ്മെൻ്റ് ഉണ്ട് തീർച്ചയായിട്ടും. ദേശം അവർക്ക് വളരെ പ്രധാനമാണ്. പക്ഷെ അതിനിടയിൽ മറന്നുപോകുന്ന ചില വാക്കുകൾ, ഇൻക്ലൂസീവാണ് ദേശം എന്ന് മറന്നു പോകാൻ പാടില്ല. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ പോലെ ഒരു പട്ടിണി കിടക്കുമ്പോൾ പട്ടിണി കിടക്കാൻ പാടില്ലാത്ത ആത്മീയതയാണ് ഭാരതീയത എന്ന് മറന്നു പോകരുത് എന്ന് പറഞ്ഞാൽ ആ ഒരു കൺസെപ്റ്റൊക്കെ ഉണ്ടാവേണ്ടതുണ്ട്. ഇനി RSS എന്തുകൊണ്ട് വളർന്നു എന്ന് ഞാൻ ചോദിച്ചാൽ RSSൻ്റെ പ്ലസ് പോയിൻ്റാണ് ഞാൻ പറഞ്ഞത്. ഞാൻ കാണുന്ന പ്ലസ് പോയിന്റ് RSSൻ്റെ പേരിൽ ആരെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുന്ന എന്തെങ്കിലും അക്രമങ്ങൾക്ക് ഒന്നും നമുക്ക് യാതൊരു യോജിപ്പുമില്ല. മാത്രമല്ല അത് തടയേണ്ടതുമാണ്. അത് തടയാൻ RSSന് തന്നെ കഴിയുകയും വേണം. പക്ഷേ അവർ തെളിയിച്ചത് ഒരു കാര്യമുണ്ട്. RSS അല്ലെങ്കിൽ BJP, RSS ആണോ BJP എന്ന് ചോദിച്ചാൽ സാറ് പറഞ്ഞ പോലെ അല്ല എന്ന് പറയും അവർ. അത് അവരുടെ പണിയല്ല എന്ന് പറയും. എന്നാൽ ചെയ്യേണ്ടതൊക്കെ ചെയ്യുകയും ചെയ്യും എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പോൾ ആര് ഭരിക്കണം എന്ന് അവർ തീരുമാനിക്കും. എന്നാൽ ഞങ്ങളാണ് തീരുമാനിച്ചതെന്ന് NSSകാരെ പോലെ പറയാൻ അവകാശവാദമൊന്നുമില്ല. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഒരു കാര്യം എൻ്റെ ഓർമ്മയിലുണ്ട്. ഞാൻ വിദ്യാർത്ഥി ജീവിതകാലം തൊട്ട് ഞാൻ ഏറ്റവും കൂടുതൽ പ്രസംഗിച്ചിരുന്നത് ഇന്ത്യയിലെ കുറേ നഗരങ്ങളുടെ പേരാണ്. ആ നഗരങ്ങളുടെ ഒന്നും പേര് ആ സൽപ്പേരിൻ്റെ പേരായിട്ടല്ല പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരിക്കലും ഉണങ്ങാത്ത വർഗീയ കലാപങ്ങളുടെ നാടായിരുന്നു. നോർത്ത് ഇന്ത്യയിൽ ഒരുപാട് സിറ്റികൾ എടുത്ത് നോക്കൂ. ജാംഷഡ്പൂർ, ഭീവണ്ടി, ചാണ്ടി, ഈ പറഞ്ഞ എന്താണ് പറയുക, അലിഗഡ്, നെല്ലി, ഇപ്പോൾ കാശ്മീർ, എത്ര വാക്കുകൾ. ഈ വാക്കുകളൊക്കെ തന്നെ എന്തായിരുന്നു പണി? എന്നും വർഗീയ കല, എന്നും ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും വർഗീയ കലാപം ഇല്ലാത്ത നാടില്ല. മോദി ഭരിച്ചതുകൊണ്ട് വൈകാരികമായി അതിനെ മോദി ആയതുകൊണ്ട് അംഗീകരിക്കില്ല എന്ന് പറയുന്നവരുണ്ട്. അവരോട് ഞാൻ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം ഇതേ ഉള്ളൂ. 2002 മോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ഒരു വർഗീയ കലാപം ഉണ്ടായി. തീർച്ചയായിട്ടും ഒരു വർഗീയ കലാപം ഉണ്ടായി. സംഭവം ശരിയാണ്. പക്ഷേ 2002 ഒരു വർഗീയ കലാപം ഉണ്ടായ ഇന്ത്യയിൽ പിന്നെ 2024 ഒരു മണിപ്പൂരാണ് ഉണ്ടായത്. അതിനിടയിൽ ഒന്ന് കാണിക്കരുത്. ഉണ്ടെങ്കിൽ അത് നിമിഷങ്ങൾ കൊണ്ട് അടിച്ചമർത്തുന്ന ഒരു നിലപാടുണ്ടായി എന്ന് പറഞ്ഞാൽ സമാധാനം ഉണ്ടാക്കി, ശാന്തി എന്ന് പറയുന്നൊരു വലിയ സന്ദേശം ഉണ്ടാക്കി. ലോകത്തിൻ്റെ ഏത് തെരുവിൽ യുദ്ധം നടക്കുമ്പോഴും 2 കൂട്ടരെയും ചേർത്ത് പിടിച്ച്, നീ എൻ്റെ സഹോദരനാണ്, റഷ്യയോടും പറഞ്ഞു, ഉക്രൈനോടും പറഞ്ഞു, സഹോദരനാണ്, പക്ഷേ യുദ്ധം ചെയ്യരുത്. അത് ആ ഒരു ഇന്ത്യൻ കൾച്ചറാണ്. അതിന് മഹത്വമുണ്ട്. പക്ഷേ ഒറ്റ കാര്യം ഞാൻ പറയുന്നത്, ഇതിൻ്റെ ഒരു മറുവശമുണ്ട്. ഇവരുടെ വളർച്ചയ്ക്ക് കാരണമാക്കിയ ഒരു ഘടകം, പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതെന്താ വെച്ചാൽ RSSന് മറുവശത്ത് നിന്ന RSS അല്ലാത്ത മറ്റ് ഇന്ത്യയിലെ എല്ലാ പാർട്ടികളും രാഷ്ട്രീയ ധാരകളും കാണിച്ച വലിയൊരു അബദ്ധം, ഇവരുടെയൊക്കെ അജണ്ടയിൽ തുടക്കത്തിൽ ഇന്ത്യൻനെസ് ഉണ്ടായിരുന്നു. ഭാരതീയ സംസ്കാരം ഉണ്ടായിരുന്നു. നമ്പർ 1 ഞാൻ പറയാം. ഇപ്പോൾ രാമായണം എന്ന് പറഞ്ഞാൽ കേട്ടാൽ ഉടനെ നമ്മൾ പറയുന്നത് BJP വളരാൻ വേണ്ടി രാമായണ പരമ്പര TV-യിൽ വന്നു എന്നൊക്കെയാണ് നമ്മൾ ആക്ഷേപിക്കുക. ലോകമാസകലം രാമായണ മഹോത്സവങ്ങൾ സംഘടിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ആദ്യത്തെ നേതാവ് റാം മനോഹർ ലോഹിയാണ്. അപ്പോൾ സോഷ്യലിസ്റ്റുകൾക്ക് ആ അജണ്ട ഉണ്ടായിരുന്നു. അവരെവിടെയോ വെച്ച് അത് ഉപേക്ഷിച്ചു. ഇപ്പോൾ അവർക്ക് രാമായണം എന്ന് കേട്ടാൽ കേട്ടുകൂടാ, ഉപേക്ഷിച്ചു. കോൺഗ്രസിന് ഉണ്ടായിരുന്നില്ല ഈ അജണ്ട, വലിയ തോതിലുണ്ട്. മഹാത്മാഗാന്ധി തൊട്ട് രാജീവ് ഗാന്ധി വരെയുള്ളവർ ഈ എപ്പോഴും അതിൻ്റെ ഒരു ചെറിയ ലാഞ്ചന ഈ രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായിരുന്നു. അറിയാതെ പറഞ്ഞു പോയി, ഒറ്റ ദിവസമേ പറഞ്ഞുള്ളൂ. പിന്നെ എന്താ പറഞ്ഞത്? വി ആർ ദ ഹിന്ദുസ്, യു ആർ നോട്ട്. ഓർമ്മയില്ലേ? അങ്ങനെ വേണം BJPയോട് പറയാൻ. അത് പറഞ്ഞ് പക്ഷെ പിന്നെ പറയാൻ പറ്റിയില്ലെന്ന് പറഞ്ഞാൽ അയാളെ ആരോ വിലക്കുന്നത്. മൂന്നാമത്തെ ഒരു കാര്യം ആലോചിച്ച് നോക്കൂ. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ തലപ്പത്ത് ക്ലാസിക്കൽ യുക്തിവാദികൾ വന്നതാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരാതെ പോയതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അറിയാലോ സാറിന്, ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സാംസ്കാരിക ഒരുപാട് കാലം ഉണ്ടായിരുന്ന ആളാണ്. എനിക്ക് അതിലൊന്നും റിപ്പൻഡൻസ് ഇല്ല. പക്ഷേ പറ്റിയത് ഭാരതീയ സംസ്കാരം ഉയർത്തിപ്പിടിച്ചില്ല.
64 പാർട്ടി പിളരുന്നതിൻ്റെ അടിസ്ഥാന കാരണങ്ങൾ ഒന്നിതായിരുന്നു. ഇന്ത്യൻ സംസ്കാരത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സ്വാമി വിവേകാനന്ദൻ ഉൾപ്പെടെയുള്ള ഐക്കൺസിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ത്യൻ വിപ്ലവം സ്വപ്നം കാണണം. അപ്പോഴേ ഇന്ത്യൻ ഇന്ത്യൻ കൾച്ചർ കേട്ടാ ഇവർക്ക് ചതുർത്ഥിയാണ്. ഇപ്പം കേരളത്തില് ഞാൻ ആ കാര്യത്തില് ഇപ്പൊ ഇത്രയും RSSന്റെ കാര്യം പറയുന്നത്, കേരളത്തിലെ പിണറായി വിജയൻ ആ കാര്യത്തിൽ തെറ്റിയിരുത്തിയ മനുഷ്യനാണ്. നാളെ കാലത്തെ ഭരണത്തിന് വേണ്ടിയാണോ ഭരണത്തിന് വേണ്ടി അല്ലയോ എന്നുള്ള കാര്യത്തിൽ ആ അയ്യപ്പന്റെ വിഷയത്തിനകത്ത് CPM പോലുള്ളൊരു പാർട്ടി എടുത്ത തീരുമാനം തമാശയല്ല സാറേ. പാർട്ടി സെക്രട്ടറി അല്ലേ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ഞങ്ങൾക്ക് തെറ്റുപറ്റി. ഈ ഭാരതാംബ ആലോചിച്ചു, ഭാരതാംബയുടെ മുമ്പിൽ ഈ ഭൂമിയിലെ എല്ലാ രക്തസാക്ഷികൾക്കും വേണ്ടി ഒരു സ്തൂപം ഉണ്ടാക്കി വെച്ച് പുഷ്പാർച്ചന നടത്തുന്നു. അത് ആരുണ്ടാക്കി സാർ? ഇവിടുത്തെ ഹിന്ദു ഉണ്ടാക്കിയതല്ലേ ഭാരതാംബയെ ഭാരത് മാതാക്കി ചെയ്യുന്നതാണ്. ഇവിടുത്തെ മുസ്ലിമാ പറഞ്ഞത്, അവരാ വിളിപ്പിച്ചത്, അവരെഴുതിയ. ഇതൊക്കെ ചുമ്മാതെ ഈ പറയുന്നത് പോലെ ഒരു ധ്രുവീകരണത്തിന് വേണ്ടി ഉപയോഗിച്ച് അതിപ്പോൾ ഈ പറഞ്ഞത് ആരുപയോഗിച്ചോ അവന് നാശമായി. അപ്പോൾ 2 കാരണം കൊണ്ട് ചുരുക്കി പറഞ്ഞാൽ RSS വളരുന്നതിൻ്റെ 2 കാരണങ്ങൾ ഞാൻ പറഞ്ഞത്. എൻ്റെ നിരീക്ഷണമാണ്, തെറ്റൊക്കെ ഉണ്ടാവാം, പക്ഷേ തെറ്റ് ബോധ്യം വരുന്ന ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നത് RSSന് വളരാനുള്ള പോസിറ്റീവായ കാരണങ്ങൾ ഇതാണ്. RSS വളരാനുള്ള നെഗറ്റീവ് കാരണം കിട്ടിയിട്ടുണ്ട്. എന്നാൽ മറുപക്ഷം ഇത് ഉപേക്ഷിച്ചു. ഇപ്പോൾ അവർക്ക് സാറ് നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യൻനെസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ എന്തെങ്കിലും ഒരു മഹത്വം പറഞ്ഞാൽ ഉടനെ സമം RSS, ചാണകം, സംഘി എന്ന് വിളിക്കുന്ന ഒരു രീതിയുണ്ട്. ഇന്ത്യൻനെസ് ഈസ് നോട്ട് ഈക്വൽ ടു RSS. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം ഹിന്ദുക്കൾ ഇപ്പോൾ ഈ ഒരു മിസ് കോൾ അടിച്ച മെമ്പർഷിപ്പ് കിട്ടുന്ന പാർട്ടിയായിട്ട് പോലും ഭൂരിപക്ഷം ഹിന്ദുക്കൾ ഇപ്പോൾ ഹിന്ദുക്കൾ 40% കൂടുതൽ ഹിന്ദുക്കൾ ഇപ്പോഴും RSS അംഗങ്ങളായിട്ടില്ല. ഇല്ല 40 സാറേ, 29-30 വരെ വരുന്നില്ല. അതാണ് അതിൻ്റെ സ്ഥിതി. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യൻനെസ്സിനെ മറ്റുള്ളവർ ഉപേക്ഷിക്കുകയും ഇന്ത്യൻനെസ്സിനെ ഒരു ബലമാക്കി മാറ്റി RSS വളരുകയും ചെയ്തത് ആണ് ഇന്ത്യയുടെ RSSൻ്റെ വളർച്ചയ്ക്ക് കാരണമെന്നാണ് ഞാൻ നിരീക്ഷിക്കുന്നത്. അതുകൊണ്ട് RSSൻ്റെ വളർച്ച അവരുടെ കുറവുകളും അവരുടെ വഴിയിൽ വന്ന അബദ്ധങ്ങളും അവരുടെ പേരിൽ പലരും തെരുവിൽ കാണിക്കുന്ന ഈ ആൾക്കൂട്ട കൊലകളും ഒക്കെ നിർത്തിയിട്ട് അവർക്ക് മറുപടി പറയേണ്ടി വരും. ഇന്ത്യൻനെസ്സിൻ്റെ ശരിയായ ഭാരതീയ സംസ്കാരത്തിൻ്റെ മഹത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ RSSന് ഇനിയും വളരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. മാത്രമല്ല ഏറ്റവും ഒടുവിൽ മോഹൻ ഭഗവത്ജി സംസാരിച്ചത് ലോകത്തോടാണ്, ഓർമ്മയുണ്ടോ? ലോകത്തിലെ മുഴുവൻ ഡിപ്ലോമാറ്റ്സിനെ വിളിച്ചുകൊണ്ട് ഞങ്ങൾ അഖണ്ഡ ഭാരതം സ്വപ്നം കാണുന്നു എന്ന് പറഞ്ഞ അർത്ഥം ഇത് എന്ത് പൊട്ടത്തരമല്ലേ എന്നൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നല്ലോ. കൃത്യമായ ആക്ഷൻ പ്ലാൻ മുന്നോട്ട് വെക്കുകയാണ്. ഈ ഇന്ത്യക്ക് ചുറ്റുമുള്ള രാജ്യങ്ങളൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ ഇത് കൊള്ളാവുന്ന ഒരു രാജ്യമാണല്ലോ. അല്ലേ, അതിനകത്ത് വേറെ വലിയ സാറി പറഞ്ഞതിനകത്ത് വലിയ കാര്യമുണ്ട്. ഇവിടുത്തെ സാധാരണക്കാരൻ ഇത് കേൾക്കുമ്പോൾ ഇപ്പോൾ അഖണ്ഡ ഭാരതം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പാകിസ്ഥാൻ വരും, അഫ്ഗാനിസ്ഥാൻ വരും, മറിച്ച് വരും. അപ്പോൾ അറിവില്ലാത്തവർ പറയുന്നൊരു കാര്യമുണ്ട്. അവരുടെ വിചാരം എന്താണെന്നറിയോ, ഈ RSS എന്ന് പറഞ്ഞാൽ ഈ ഹിന്ദു എന്ന് വെച്ചാൽ രാവിലെ അമ്പലത്തിൽ പോയി തൊഴുന്നവരെയാണ് അവരുദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ മൊത്തം ഉള്ള ഒരു ഹിന്ദുക്കൾ. ജെ നന്ദകുമാരോട് ഒരു 4 സൈസ് ഹിന്ദുക്കളുണ്ടെന്ന്. ഏറ്റവും അവസാനം ഹിന്ദു എന്താണെന്ന് അറിയാതെ അതിനെ എതിർത്തുകൊണ്ടിരിക്കും. അത് മുസ്ലിങ്ങളെ അവരുദ്ദേശിക്കുന്നത്, മനസ്സിലായി എന്ന് വെച്ചാൽ. അപ്പോൾ അവരിത് മൊത്തം ആൾക്കാർ സാറി പറഞ്ഞ ഈ കൾച്ചർ ഈ ഭാരതത്തിനകത്തുള്ള ഇന്ത്യക്കകത്തും മൊത്തം ആൾക്കാരെ ആ കൾച്ചറിൽ കാണാൻ താല്പര്യം. ഞാൻ നേരത്തെ പറഞ്ഞു 30 കോടി ദൈവങ്ങളിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഏത് മതത്തിലും വിശ്വസിക്കുന്നവൻ പെടും. പക്ഷെ ഭാരതീയ സംസ്കാരത്തെ, അതിന്റെ ഒരു മഹത്വത്തെ, അത് അവർക്ക് കോംപ്രമൈസ് ഇല്ല, അതിനകത്ത് കോംപ്രമൈസ് ഇല്ല, ഉണ്ടാവാൻ പാടില്ലെന്നേ. ഈ രാജ്യത്തിന്റെ ഉപ്പും ചോറും തിന്ന് ജീവിക്കുന്ന ആരും അതിൽ കോംപ്രമൈസ് ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. അത്രയേ ഉള്ളൂ എൻ്റെ കാര്യം. അത് ഇൻക്ലൂസീവാണ് എന്ന് തിരിച്ചറിയാൻ RSSന് കൂടി കഴിഞ്ഞാൽ ഇനിയുള്ള കാലം വളരെ 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 മുന്നോട്ട് പോകാനാണ് സാധ്യത. തീർച്ചയായിട്ടും RSSൻ്റെ ഈ എന്താണ് ശതാബ്ദി അല്ലേ, ശതാബ്ദിക്ക് നമുക്ക് ആശംസകൾ നേരാം. ഓക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.